ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ് ഓൾ. മഴേനെ ഇഷ്ടപ്പെടാത്തവര് ആരാണ് ഉള്ളത്? ഓരോ ചെറിയ തുള്ളി മഴത്തുള്ളിക്കും വലിയൊരു പുഴേനെ സൃഷ്ടിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് പറയാറുള്ളത്. കാരണം ചെറിയ ചെറിയ മഴത്തുള്ളികള് കൂടിച്ചേർന്ന് കഴിയുമ്പോഴാണ് വലിയൊരു പുഴയായിട്ട് മാറുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ വർക്കുകളും കൂടുമ്പോഴാണ് നമ്മൾക്ക് വലിയൊരു ജീവിത വിജയം ഉണ്ടാകുന്നത്. അല്ലെ, ഹാർഡ് വർക്കിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ മഴത്തുള്ളിയുടെ ഈ ഒരു കാര്യം പറയാറുള്ളത്. ചെറിയ ചെറിയ വർക്കുകളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ചെറിയ ചെറിയ വർക്കുകളാണ് നമ്മുടെ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ഫ്യൂച്ചറിന്റെ വിജയത്തിന് കാരണമായിട്ട് തീരുന്നത്. ഓരോ ചെറിയ ചെറിയ സ്റ്റെപ്പുകളും കയറുമ്പോഴാണ് നമ്മൾ ഉയരങ്ങളിൽ എത്തുകയും ആ ബ്യൂട്ടിഫുൾ വ്യൂ, ചുറ്റോട് ചുറ്റൊരു കെട്ടിടത്തിന്റെ മുകളിലുള്ള ബ്യൂട്ടിഫുൾ വ്യൂ നമുക്ക് ആസ്വദിക്കാനും പറ്റുന്നത്. സോ എന്റെ ക്ലാസ് റൂമിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇന്നത്തെ ചെറിയ ക്ലാസ്സുകള് അല്ലെങ്കിൽ ചെറിയ ചെറിയ നമ്മൾ പഠിക്കുന്ന ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കുകള് പഠിച്ച് വലിയൊരു വിജയത്തിലോട്ട് എത്തുവാൻ സാധിക്കട്ടെ, വീട്ടിലിരുന്ന് സമയത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിന്റെ അകത്തോട്ട് മോസ്റ്റ് വെൽക്കം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഴേനെ ആസ്വദിക്കാത്തവരാരുമില്ല. എന്ത് രസമാണ് നമ്മൾ മഴയത്ത് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ചിരിക്കുന്നത് കാണാൻ. അതുപോലെ തന്നെ ചെറുപ്പകാലത്ത് കൊടയുണ്ടെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? മഴ നനയുവാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു കാലഘട്ടം ഒക്കെ ഉണ്ട്. അപ്പൊ മഴ നനയാത്തവർ ആരുമില്ല. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്ന ക്ലാസ്സില് മഴയുടെ ഒരു കേസാണ് എടുക്കുന്നത്. സോ നമുക്ക് പഠിക്കുവാനുള്ളത് നമ്മൾ 10ാമത്തെ ചാപ്റ്ററില് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡ് ഡൈനാമിക്സിന്റെ ആ ഒരു ചാപ്റ്ററില് നമുക്ക് പഠിക്കുവാനുള്ളത് നെക്സ്റ്റ് ടെർമിനൽ വെലോസിറ്റി എന്താണ് എന്നുള്ള ഒരു കേസസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റോക്സ് ലോ പറഞ്ഞായിരുന്നു. എന്താ പറയുന്നത്? ഒരു വിസ്കസ് മീഡിയത്തിൽ കൂടി ഒരു ഒബ്ജക്റ്റ് താഴത്തോട്ട് മൂവ് ചെയ്യുകയാണ് എങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 6/η(RV) എന്ന് പറയുന്ന റീഡിങ്ങിന് ഈക്വൽ ആണ് എന്ന് സയന്റിസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തു. അതെന്തൊക്കെയാണ്? ഈറ്റ എന്ന് പറയുന്ന കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ആണ്. അത് നമ്മൾ പറഞ്ഞു. പൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ആർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ എ എടുക്കാറുണ്ട് അല്ലെങ്കിൽ ആർ എടുക്കാറുണ്ട്. ഏതാണ് ആ സ്പെറിക്കൽ മീഡിയത്തിന്റെ റേഡിയസ് ആണ് ആർ അല്ലെങ്കിൽ എ എന്ന് പറയുന്നത്. വി എന്ന് പറയുന്നത് അതിന്റെ വെലോസിറ്റി, താഴോട്ട് വീഴുന്ന ഒബ്ജക്റ്റിന്റെ വെലോസിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ടെർമിനൽ വെലോസിറ്റി പറയുമ്പോൾ ടെർമിനൽ വെലോസിറ്റിയിൽ നമ്മളെല്ലാവരും മഴ കൊണ്ടിട്ടുണ്ട്, മഴ നനഞ്ഞിട്ടുണ്ട്. നമ്മൾ 8ാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞു എന്തുകൊണ്ടാണ് മഴ ഭൂമിയിലോട്ട് ഇങ്ങനെ പെയ്തിറങ്ങുന്നത് എന്ന്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ റീഡിങ്, എസ്കേപ്പ് വെലോസിറ്റി. കാരണം ഭൂമിയിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡിന് പുറത്തോട്ട് പോകണമെങ്കിൽ എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ റീഡിങ്ങിനേക്കാളും അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റിയുടെ റീഡിംഗ് 11.2 എന്ന് പറയുന്ന റീഡിങ്ങിനേക്കാളും താഴെയാണ് എങ്കിൽ എല്ലാ വസ്തുക്കളും എങ്ങോട്ട് പോരും? ഭൂമി അതിനെ ആകർഷിക്കും. അപ്പം ഭൂമി അതിനെ ആകർഷിക്കുന്നുള്ളത് കൊണ്ട് തന്നെ മഴ എങ്ങോട്ട് പെയ്യും? നമ്മുടെ താഴത്തോട്ട് 9.8 ആണ് നമ്മുടെ റീഡിങ്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ റീഡിംഗ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഭൂമി അതിനെ എല്ലാ വസ്തുക്കളെയും എന്തിലോട്ട് ആകർഷിക്കും? എർത്തിലോട്ട് ആകർഷിക്കുക. കേസസ് ഒക്കെ കണ്ടതാണ്. അപ്പം നമ്മുടെ മാർമേഘത്തിൽ നിന്ന് മഴത്തുള്ളി അടർന്ന് ഭൂമിയിലോട്ട് പോരുമ്പോൾ അത് എയർ എന്ന് പറയുന്ന ഒരു വിസ്കസ് മീഡിയത്തിന്റെ അകത്തോടെയാണ് പാസ് ചെയ്യുന്നത്. നമ്മൾ ഫ്ലൂയിഡിനെ കുറിച്ചാണ് പറയുന്നത്. ഗ്യാസ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ എയർ എന്ന് പറയുന്ന ഗ്യാസിന്റെ സെക്ഷനിൽ അല്ലെങ്കിൽ ഒരു ബക്കറ്റ് എടുത്തിട്ട് അതിന്റെ അകത്ത് വാട്ടർ നിറച്ചിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു സ്റ്റീൽ ഗോളം അല്ലെങ്കിൽ ഒരു ബോൾ പോലത്തെ സംഭവം അതിന്റെ അകത്തോട്ട് നമ്മൾ ഇട്ടാലും അത് വേറൊരു എക്സാമ്പിൾ ആണ് ടെർമിനൽ വെലോസിറ്റി പറയുമ്പോൾ. അപ്പൊ എവിടെയാണ് എങ്കിലും നമ്മൾ ഒരു മീഡിയത്തിന്റെ അകത്തോടെ, ഒരു വിസ്കസ് മീഡിയത്തിന്റെ അകത്തോടെ ഒരു ഒബ്ജക്റ്റ് താഴത്തോട്ട് ഇറങ്ങുന്നതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ കൺസിഡർ ചെയ്യുന്നതിന്റെ ഒരു ഫിഗർ ആണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മഴത്തുള്ളി മുകളിൽ നിന്ന് താഴത്തോട്ട് വീഴുകയാണ് എന്ന് വിചാരിക്കാം.
എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു അങ്ങനെ വിസ്കസ് മീഡിയത്തിന്റെ അകത്തോടെ ഒബ്ജക്റ്റ് താഴത്തോട്ട് വീഴുമ്പോൾ അതിൽ 3 തരത്തിലുള്ള ഫോഴ്സ് ആക്ടിങ് ആണ് എന്ന്. ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? ഒന്ന്, ഈ ബോഡിക്ക് ഒരു വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ മഴത്തുള്ളിക്ക് ഒരു വെയിറ്റ് ഉണ്ട്, അല്ലെ ബക്കറ്റിന്റെ അകത്ത് നമ്മൾ ഒരു സ്റ്റീൽ ഗോള് താഴത്തോട്ട് ഇടുകയാണെങ്കിൽ ആ ബോളിന് എന്തുണ്ട്? ഒരു വെയിറ്റ് ഉണ്ട്. അതിന്റെ വെയിറ്റ് ഓഫ് ദി ബോഡിയാണ് ആദ്യത്തെ ആക്ടിങ് ആണ്. എന്തുകൊണ്ട്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം ഓബ്ജക്റ്റ് താഴത്തോട്ട് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷൻ കാരണം എന്ത് താഴത്തോട്ട് വരും? ഓബ്ജക്റ്റ് താഴത്തോട്ട്. വെയിറ്റ് ഓഫ് ദി ബോഡി ആദ്യത്തെ കേസസ്. അപ്പം അത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. FG, അതാണ് നമ്മൾ ആ ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്? FG എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ നമ്മൾ പറഞ്ഞു, അങ്ങനെ ഒരു വിസ്കസ് മീഡിയത്തിൽ കൂടി ഒരു ഒബ്ജക്റ്റ് താഴത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ അവിടെ വിസ്കോസിറ്റി അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് അവിടെ ആക്ടിങ് ആയിട്ട് വരും. ആ വിസ്കസ് ഫോഴ്സിനെയാണ് നമ്മൾ ഇവിടെ സ്റ്റോക്സിലോ, അതായത് സ്റ്റോക്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് തന്നത് നമുക്ക്. അപ്പൊ ആ ഒരു വിസ്കസ് ഫോഴ്സ് എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ വിസ്കോസിറ്റി ഒക്കെ പറഞ്ഞായിരുന്നു. ഒബ്ജക്റ്റ് എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വിസ്കസ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സ് നമുക്ക് ആക്ട് ചെയ്യണം. ഫ്രിക്ഷൻ എങ്ങനെയാണ്? നമ്മൾ ഫ്രിക്ഷന്റെ കേസസ് പറഞ്ഞ പോലെ തന്നെയാണ്. മേശ നമ്മൾ തറയിൽ കൂടി വലിക്കുമ്പോൾ മേശ എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ മൂവ് ചെയ്യുന്നതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഫ്രിക്ഷൻ ആക്ടിംഗ് ആയിട്ട് വരുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഫ്ലൂയിഡിന്റെ കേസസിലെ ലിക്വിഡ് ഫ്രിക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? വിസ്കസ് ഫോഴ്സ് അല്ലെങ്കിൽ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒബ്ജക്റ്റ് എങ്ങോട്ടാണ് താഴത്തോട്ടാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ വിസ്കസ് ഫോഴ്സ് എങ്ങോട്ട് ആക്ടിംഗ് ആകും? മുകളിലോട്ട് ആക്ടിംഗ് ആകും. അപ്പൊ അവിടെ ആക്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? വിസ്കസ് ഫോഴ്സ്. അത് എങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്? മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. എഗെയിന് നമുക്ക് 1 more ഫോഴ്സും കൂടെ അവിടെ ആക്ടിങ് ആയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഒരു കല്ല് കെട്ടിത്തൂക്കി വാട്ടറിന്റെ അകത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് ലോസ് അനുഭവപ്പെടും. അല്ലെങ്കിൽ ഒരു വിസ്കസ് മീഡിയത്തിന്റെ അകത്ത്, വാട്ടർ എന്നല്ല ഏത് വിസ്കസ് മീഡിയത്തിന്റെ അകത്തും നമ്മൾ ഒബ്ജക്റ്റ് താഴത്തോട്ട് വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് അതിന്റെ മീഡിയം അതിനെ സപ്പോർട്ട് ചെയ്യുകയും അത് എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. ഒബ്ജക്റ്റ് താഴത്തോട്ടാണ് വരുന്നത് എങ്കിൽ താഴത്തോട്ട് വരുന്ന ഒബ്ജക്റ്റിനെ എങ്ങനെയാ? മുകളിലോട്ട് അത് സപ്പോർട്ട് ചെയ്യാം. ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബിയോണ്ട് ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മളിവിടെ FB എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. FB എന്താണ്? വിസ്കസ് ഫോഴ്സ് ആണ്. FG എന്താണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം വെയിറ്റ് ഓഫ് ദി ബോഡി താഴത്തോട്ട് ആക്ടിങ് ആവുന്നതാണ്. അപ്പൊ ഈ 3 ഫോഴ്സുകളാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റ് എന്തിന്റെ വിസ്കസ് മീഡിയത്തിന്റെ അകത്തോടെ താഴത്തോട്ട് വരുമ്പോൾ നമുക്ക് ആക്ടിങ് ആയിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ ഫോഴ്സുകളാണ്? പ്ലീസ് അഗൈൻ റിപ്പീറ്റ്. പറയുകയാണ്. എന്താണ്? ഒന്ന്, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം വെയിറ്റ് ഓഫ് ദി ബോഡി എങ്ങോട്ട് ആക്ട് ചെയ്യും? താഴത്തോട്ട് ആക്ട് ചെയ്യും. രണ്ടാമത്, ബിയോണ്ട് ഫോഴ്സ് എങ്ങോട്ട്? ആ മീഡിയം അതിനെ സപ്പോർട്ട് ചെയ്യും. എങ്ങോട്ട്? മുകളിലോട്ട് സപ്പോർട്ട് ചെയ്യും. ആ മൂന്നാമത്തെ അത് അപ്വേർഡ് ഡയറക്ഷനിലാണ്. അപ്പം അതിന്റെ ഫോഴ്സ് ആക്ടിംഗ് ആയിട്ട് വരുന്നത്. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം ഫോഴ്സ് ആക്ടിംഗ് ആകുന്നത് എങ്ങോട്ടാണ്? താഴത്തോട്ടാണ്. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. മൂന്നാമത്തെ കേസസ് ആണ് വിസ്കസ് ഫോഴ്സ്. ഒബ്ജക്റ്റ് ഒരു വിസ്കസ് മീഡിയത്തിന്റെ അകത്തോടെ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്ത് ഫോം ചെയ്യും? വിസ്കസ് ഫോഴ്സ് ഫോം ചെയ്യും. ആ വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ്, വിസ്കസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു ഒബ്ജക്റ്റ് താഴത്തോട്ട്, ഇപ്പൊ ഇവിടെ നമ്മൾ ട്രെയിൻ ഡ്രോപ്സ് താഴത്തോട്ട് വരുന്ന കേസസിൽ എങ്ങനെയാണ് നമ്മുടെ വെയിറ്റ് നമ്മുടെ ബോഡി താഴത്തോട്ട് വരുന്നതുകൊണ്ട് FG എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം അതിന്റെ ഫോഴ്സ് എങ്ങോട്ട് ആക്ട് ചെയ്യും? താഴത്തോട്ട് ആക്ട് ചെയ്യും. അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ആക്ട് ചെയ്യും? വിസ്കസ് ഫോഴ്സും ബിയോണ്ട് ഫോഴ്സും ആക്ട് ചെയ്യും. എഗൈന് നമ്മൾ ടെർമിനൽ വെലോസിറ്റിയുടെ കേസസ് പറയുമ്പോൾ
നമ്മുടെ ഇതിന്റെ കുറെ തത്വങ്ങളിനകത്തോട്ട് നമ്മൾ പോവുകയാണ്. ഇപ്പൊ ഇത്രയും പറഞ്ഞ ഈ 3 ഫോഴ്സുകൾ അപ്വേർഡ് ഡയറക്ഷനും ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഏതൊക്കെ ഫോഴ്സസ് ആണ് എന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഇതിനെ കുറിച്ച് ഒരു ബോഡി സ്പെറിക്കൽ ബോഡി അല്ലെങ്കിൽ ഒരു റെയിൻ ഡ്രോപ്സ് താഴത്തോട്ട് ഇറങ്ങി വരുമ്പോഴേ 3 ഫോഴ്സും ആക്ടിങ് ആണ്. അപ്പൊ ഇങ്ങനെ ഗ്രാവിറ്റേഷന്റെ ഈ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു റെയിൻ ഡ്രോപ്സ് താഴത്തോട്ട് വരുമ്പോൾ എന്താണ് അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണമാണ് ഈ റെയിൻ ഡ്രോപ്സ് ഭൂമിയിലോട്ട് ആകർഷിക്കപ്പെടുന്നത്. അപ്പൊ മുകളിൽ നിന്ന് താഴത്തോട്ട് അതിങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് എന്തുകൊണ്ടും അതിന്റെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം അതിന്റെ എന്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്? വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് ഇവിടെ വെലോസിറ്റി കൂടുമ്പോൾ അതിനനുസരിച്ചിട്ട് അതിന് ഈക്വൽ ആയിട്ട് വെലോസിറ്റി കൂടുമ്പോൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന് ഈക്വൽ ആയിട്ട് എന്ത് ഫോഴ്സ് ആക്ടിംഗ് ആയിട്ട് വരും? നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ പഠിപ്പിച്ചായിരുന്നു. എത്രമാത്രം ബലം നമ്മൾ ഇങ്ങോട്ട് മേശ വലിക്കാൻ ഉപയോഗിക്കുന്നുണ്ടോ അത്രമാത്രം അതിന് ഈക്വൽ ആയിട്ട് തന്നെ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം റെയിൻ ഡ്രോപ്സ് താഴത്തോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്താണ് അതിന് ഈക്വൽ ആയിട്ട് തന്നെ എന്ത് ആക്ടിംഗ് ആയിട്ട് വരും? വിസ്കസ് ഫോഴ്സ് ആക്ടിംഗ് ആയിട്ട് വരും. സോ ഇവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വെലോസിറ്റി കൂടി ഒബ്ജക്റ്റ് താഴത്തോട്ട് പോരുന്നതിനനുസരിച്ചിട്ട് ഇവിടെ എന്ത് ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കും? വിസ്കസ് ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യും. ഇനി നമ്മൾ ഇനീഷ്യൽ കണ്ടീഷനെ കുറിച്ച് പറയുന്നു. ഇനീഷ്യൽ കണ്ടീഷനിൽ റെയിൻ ഡ്രോപ്സ് മേഘത്തിൽ നിന്ന് അടർന്ന് അങ്ങ് വീഴാൻ തുടങ്ങുന്ന സമയത്ത് തുടക്കത്തില് നമ്മളിവിടെ താഴെ എത്തുമ്പോഴാണ് കാണുന്നത്. തുടക്കത്തില് എന്താണ് ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂലമുണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. വെയിറ്റ് ഓഫ് ദി ബോഡി കാരണം ഈ ആക്സലറേഷൻ ഫോഴ്സ് Fg എന്ന് പറയുന്നത് ഇത് രണ്ടും ബിയോണ്ട് ഫോഴ്സിനേക്കാളും വിസ്കസ് ഫോഴ്സിന്റെ സമ്മിനേക്കാൾ ഇത് രണ്ടും എങ്ങോട്ടുള്ള ഫോഴ്സാണ്? അപ്വേർഡ് ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. ഇത് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സാണ്. അപ്പൊ അപ്വേർഡ് ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സിനേക്കാളും വലുതായിട്ട് എന്ത് ആക്ടിങ് ആയിരിക്കും? ഡൗൺവേർഡ് ഡയറക്ഷനിൽ വെയിറ്റ് ഓഫ് ദി ബോഡി കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലോട്ട് വരുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ ഈ ടെർമിനൽ വെലോസിറ്റി പറയുമ്പോൾ ഇതിന്റെ കീ വേർഡ് എന്ന് പറയുന്ന സംഭവം ഇതാണ്. Fg ഈസ് ഈക്വൽ ടു Fv പ്ലസ് Fb എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് ഇതിന്റെ കീവേഡ്. അപ്പൊ ഇത്രയാണ് എന്താണ് പറഞ്ഞത്? അതിന്റെ ഇനിഷ്യൽ കണ്ടീഷൻ മഴത്തുള്ളി മേഘത്തിൽ നിന്ന് അടർന്ന് താഴത്തോട്ട് വീഴുന്ന ആ ഒരു സമയത്ത് എന്താണ്? എന്ത് ഫോഴ്സ് കൂടുതലാണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂലം ഉണ്ടാകുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. ഈ ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സ് ഏതൊക്കെ ഫോഴ്സിനെ? അപ്വേർഡ് ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്ന ബിയോണ്ട് ഫോഴ്സിനേക്കാളും അല്ലെങ്കിൽ വിസ്കസ് ഫോഴ്സിനേക്കാളും അതിന്റെ സമ്മിനേക്കാളും അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സിനേക്കാളും കൂടുതലായിരിക്കും. അങ്ങനെ തുടക്കം കുറിച്ചു. ഇനിഷ്യൽ കേസസിൽ റെയിൻ ഡ്രോപ്സ് ട്രാവൽ ചെയ്യാൻ തുടങ്ങി. നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യാൻ തുടങ്ങാൻ പോലെ അങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്ത് കൂടിക്കൊണ്ടിരിക്കും? ഒബ്ജക്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒബ്ജക്റ്റ് റെയിൻ ഡ്രോപ്സ് താഴത്തോട്ട് മൂവ് ചെയ്യണം. അതിനനുസരിച്ചിട്ട് എന്ത് ഫോഴ്സ് കൂടിക്കൊണ്ടേയിരിക്കുക? Fb എന്ന് പറയുന്ന വിസ്കസ് ഫോഴ്സിന് എന്ത് കൂടിക്കൊണ്ടിരിക്കും? അതിന് ഈക്വൽ ആയിട്ട് ഇവിടെ Fg കൂടുന്നതിനനുസരിച്ച് Fb കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ കൂടി ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ വരുമ്പോൾ എന്താണ്? ഒരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ ഈ Fg എന്ന് പറയുന്നതും അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സാണ് Fbയും Fbയും. ഇത് രണ്ടും അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സും ഒരു നമുക്ക് താഴത്തോട്ടുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൂലമുണ്ടാകുന്ന ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സും എന്താകും? ഈക്വൽ ആകും. രണ്ടും ഈക്വൽ ആകും. അറ്റ് എ പർട്ടിക്കുലർ കണ്ടീഷൻ പർട്ടിക്കുലർ വെലോസിറ്റിയിൽ എന്താകും? അപ്വേർഡ് ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്ന ബിയോണ്ട് ഫോഴ്സിന്റെയും വിസ്കസ് ഫോഴ്സിന്റെയും സമ്മ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആകും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴത്തോട്ട് ഫോൾ ചെയ്യുന്ന വെയിറ്റ് ഓഫ് ദി ബോഡിക്ക് ഈക്വൽ ആകും.
ആ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടെർമിനൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ ടെർമിനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വടംവലി പോലെ. അപ്പൊ നമ്മളെല്ലാവരും ഇതിനെ കുറിച്ച് ക്രൂഷ്യൽ ആയിട്ടൊന്നും തിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മള് കൂടുതലായിട്ട് തിങ്ക് ചെയ്യുമ്പോഴോ വടംവലി ഓർത്താൽ മതി. വടംവലി എന്ന് പറയുമ്പോഴെന്താ, വടം വലിക്കുമ്പോൾ രണ്ട് സൈഡിലോട്ടും ഫോഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. രണ്ട് സൈഡിലോട്ടും ഫോഴ്സ് കൊടുക്കുമ്പോൾ ഒരു സൈഡിലോട്ട് ഫോഴ്സ് ആക്ടിങ് ആണ് എങ്കിൽ വടം ആ സൈഡിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. രണ്ട് സൈഡിലോട്ടുള്ള ഫോഴ്സ് ഈക്വൽ ആണ് എങ്കിൽ എന്താണ് അവിടുത്തെ നെറ്റ് ഫോഴ്സ് നമ്മൾ എന്തെന്ന് പറയും? 0 എന്ന് പറയും. ആ വടം എങ്ങോട്ടും മൂവ് ചെയ്തില്ല. ആ ഒരു കണ്ടീഷനാണ് എന്തെന്ന് പറയുന്നത്? FG = ഇത് രണ്ട് അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സും ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സും ഈക്വൽ ആകുന്ന ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് FB + FV - FG = എന്താണ്? 0 ആണ്. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും എന്ന് ഓർത്തിരിക്കാം. അപ്പൊ ഈ ടെർമിനൽ വെലോസിറ്റി ആ ഒരു കോൺസ്റ്റന്റ് പർട്ടിക്കുലർ വെലോസിറ്റി കഴിഞ്ഞെന്നാൽ പിന്നെ ഈ ഒരു ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റി, ഇത്രയും നേരം നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടി വെലോസിറ്റി കൂടുന്നുണ്ട്. അതിനനുസരിച്ച് എന്ത് കൂടുന്നുണ്ട്? നമ്മുടെ വിസ്കസ് ഫോഴ്സ് കൂടി വരുന്നുണ്ട്. അറ്റ് എ പർട്ടിക്കുലർ ടെർമിനൽ വെലോസിറ്റി കഴിഞ്ഞെന്നാൽ ഈ ഒരു ഒബ്ജക്റ്റ് എന്തായിട്ട് മൂവ് ചെയ്യുന്നത്? അതിന്റെ വെലോസിറ്റി പിന്നെ മാറത്തില്ല. ആ വെലോസിറ്റി കോൺസ്റ്റന്റ് വെലോസിറ്റിയിലായിരിക്കും ഒബ്ജക്റ്റ് താഴത്തോട്ട് മൂവ് ചെയ്യുന്നത്. എങ്ങനെയാണ് ടെർമിനൽ വെലോസിറ്റിക്ക് ആഫ്റ്റർ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്? അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? ഒരു പർട്ടിക്കുലർ കണ്ടീഷനാണ്. ആ പർട്ടിക്കുലർ കണ്ടീഷൻ കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ആ ടെർമിനൽ വെലോസിറ്റി കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് എന്താണ് ടെർമിനൽ വെലോസിറ്റി? ആ പർട്ടിക്കുലർ വെലോസിറ്റി ആ അപ്വേർഡ് ഡയറക്ഷനും ഡൗൺവേർഡ് ഡയറക്ഷന്റെയും ഫോഴ്സുകൾ ഈക്വൽ ആകുന്ന ആ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടെർമിനൽ വെലോസിറ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗ്രാഫാണ് നമ്മളിപ്പോ ഇതിന്റെ അകത്ത് കാണിച്ചിരിക്കുന്നത്. നമ്മള് ഇവിടെ ഇത് ഒബ്ജക്റ്റ് ഇങ്ങോട്ട് ടൈം എടുക്കുന്നു സെക്കൻഡില്. അപ്പൊ ടൈം കൂടുന്നതിനനുസരിച്ചിട്ട് എന്താണ് വെലോസിറ്റി നമുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വെലോസിറ്റി നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒബ്ജക്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. 0-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് ഇങ്ങനെ അതിന്റെ വെലോസിറ്റി കൂടുകയാണ്. അറ്റ് എ പർട്ടിക്കുലർ പോയിന്റിൽ വരുമ്പോൾ എന്താണ് ഈ രണ്ട് FBയും അതായത് ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സും ഡൗൺവേർഡ് ഡയറക്ഷൻ FG ആണ്. അപ്വേർഡ് ഡയറക്ഷനിലുള്ള FVയും FBയും എന്താവും? ഈക്വൽ ആകും. ആ പർട്ടിക്കുലർ കണ്ടീഷനിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടെർമിനൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അതിനുശേഷം ഒബ്ജക്റ്റ് എന്തായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത്രയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റിയിൽ പറയുന്ന അതിന്റെ തിയറി പാർട്ടുകൾ പറയുന്നത്. ഇനി നമുക്ക് അതിന്റെ ഡെറിവേഷൻ പാർട്ടുണ്ട്. അപ്പൊ അത് നെക്സ്റ്റ് ക്ലാസ്സിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ ക്ലാസിന്റെ കുറിച്ച് കീ പോയിന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഓർത്തിരിക്കേണ്ടത്? എല്ലാരും മനസ്സിലൊന്ന് നമ്മൾ ഒരു സെക്കൻഡ് നേരത്തേക്ക് നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മഴയെക്കുറിച്ചാണ്. മഴ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്, നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന സംഭവമാണ് മഴ എന്ന് പറയുന്നത്. സോ മഴയെ നമ്മൾ മനസ്സിലോർക്കുക. നമ്മൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ മനസ്സിലൊന്ന് ഓർത്ത് നോക്കിക്കേ. എന്താണ് മഴ? മേഘത്തിൽ നിന്ന് അടർന്ന് വീഴാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ മഴ താഴത്തോട്ട് വീഴുമ്പോൾ അത്തേൽ എത്ര ഫോഴ്സ് ആക്ടിംഗ് ആണ്? 3 ഫോഴ്സ് ആക്ടിംഗ് ആണ്. 3 ഫോഴ്സ് ഏതൊക്കെയാണ്? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം വെയിറ്റ് ഓഫ് ദി ബോഡി എങ്ങോട്ട് ആക്ട് ചെയ്യും? താഴത്തോട്ട് ആക്ട് ചെയ്യും. കഴിഞ്ഞ ദിവസം പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ഒരു വിസ്കസ് മീഡിയത്തിന്റെ അകത്തോടെ താഴത്തോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അതിന് എന്താണ്? ഓപ്പോസിംഗ് ആയിട്ട് അതിനൊരു ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ടിംഗ് ആണ്. അതാണ് വിസ്കസ് ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ആ വിസ്കസ് ഫോഴ്സ് എന്റെ വാല്യൂ റീഡിംഗ് ഒക്കെ നമ്മൾ സ്റ്റോക്സ് ലോയ്ക്കകത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ ആ വിസ്കസ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ടിംഗ് ആണ്. എഗെയിന് നമ്മൾ മൂന്നാമത്തെ എന്താണ് പറയുന്നത്? ബിയോണ്ട് ഫോഴ്സ് വിസ്കസ് മീഡിയത്തിൽ കൂടി കടന്നു വരുമ്പോൾ ആ മീഡിയ ഓബ്ജക്റ്റിനെ എന്ത് ചെയ്യും? താങ്ങി നിർത്താനായിട്ട് ഒരു വേഴ്സ് ഫോഴ്സ് കൊടുക്കും. അതുകൊണ്ടാണ്
ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ബിയോണ്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ബിയോണ്ട് ഫോഴ്സിന് നമ്മളിപ്പോൾ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ വെള്ളം കോരുക, കിണറ്റിൽ നിന്ന് വെള്ളം കോരുമ്പോൾ കിണറ്റിൽ വെള്ളം ബക്കറ്റ് വാട്ടറിന്റെ അകത്ത് മുങ്ങിക്കിടക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ഒന്നും തോന്നുന്ന സ്ഥിതിയില്ല. അവിടെ നിന്ന് നമ്മൾ തത്തി പോയാലും അത് പൊക്കിയെടുക്കുമ്പോൾ വെയിറ്റ് കുറവാണ് തോന്നുന്നത്. അവിടെ നിന്ന് ആ ബക്കറ്റ് വെള്ളത്തിൽ നിന്ന് കഴിയുമ്പോൾ നമ്മൾ പിന്നെ സ്ട്രെയിൻ ചെയ്യണം ഇത് പൊക്കിയെടുക്കാനായിട്ട്. അപ്പൊ ആ വെള്ളം കോരിയിട്ടുള്ളവർക്കറിയാം. സോ അപ്പൊ ആ ഒരു മീഡിയം എന്തിനെ സപ്പോർട്ട് ചെയ്യും? ആ ഒരു ഒബ്ജക്റ്റിനെ താങ്ങി നിർത്താനായിട്ട് ബിയോണ്ട് ഫോഴ്സ് അവിടെ ആക്ടിങ് ആണ്. ആ ഒരു 3 ഫോഴ്സസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ഇനി ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഡെറിവേഷൻ പാർട്ടിലോട്ടൊക്കെ വരുമ്പോൾ ഒന്ന് പറഞ്ഞെന്ന് മാത്രം. ഡെറിവേഷൻ പാർട്ടിലോട്ട് വരുമ്പോൾ ഇതിന്റെ ഡെൻസിറ്റി, ഈ റെയിൻ ഡ്രോപ്സിന്റെ ഡെൻസിറ്റി റോയും ഇവിടെ ഈ മീഡിയത്തിന്റെ അകത്തെ വാട്ടർ ആണെങ്കിൽ ആ മീഡിയത്തിന്റെ ഡെൻസിറ്റി നമ്മൾ സിഗ്മ ആയിട്ടാണ് എടുക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഞാൻ പറയും. ഓക്കെ, അപ്പം ഈ 3 ഫോഴ്സ് ആക്ടിങ് ആണ്. അപ്പൊ ഇനിഷ്യൽ കണ്ടീഷന്റെ അകത്ത് നമ്മൾ ഇവിടെ എന്താണ് പറയാനുള്ളത്? ഇനിഷ്യൽ കണ്ടീഷന്റെ സമയത്ത് എന്താണ് FG എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം വെയിറ്റ് ഓഫ് ദി ബോഡി താഴത്തോട്ടാണ് ആക്ടിങ്. അത് എന്തിനേക്കാളും കൂടുതലാണ് അപ്വേർഡ് ഡയറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്ന FB യെക്കാളും അല്ലെങ്കിൽ FB അതിന്റെ സമ്മിനേക്കാളും ബിയോണ്ട് ഫോഴ്സും വിസ്കസ് ഫോഴ്സും കൂട്ടുന്നതിന് അപ്വേർഡ് ഡയറക്ഷനിലോട്ടുള്ള ടോട്ടൽ ഫോഴ്സിനേക്കാളും എന്തായിരിക്കും? കൂടുതലായിരിക്കും FG എന്ന് പറയുന്നത്. ബട്ട് കുറെ നേരം ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒബ്ജക്ട് താഴത്തോട്ട് വരുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിൽ എഫക്ട് ചെയ്യും. അപ്പൊ വെലോസിറ്റി കൂടും, ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി കൂടും. അങ്ങനെ ആ വെലോസിറ്റി കൂടുന്നുള്ളത് കൊണ്ടാണ് ഒബ്ജക്റ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നത്? താഴത്തോട്ട് മൂവ് ചെയ്യുന്നത്. അങ്ങനെ പർട്ടിക്കുലർ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു വെലോസിറ്റിയിൽ എത്തുമ്പോൾ എന്താണ് FG FE പ്ലസ് FB എന്ന് പറയുന്നത്? അപ്വേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സും ഡൗൺവേർഡ് ഡയറക്ഷനിലുള്ള ഫോഴ്സും എന്താണ്? ഈക്വൽ ആകും. അപ്പൊ ആ ഒരു കണ്ടീഷനെയാണ്, ആ പർട്ടിക്കുലർ വെലോസിറ്റിനെ എന്തുകൊണ്ടാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുന്നതിനനുസരിച്ച് വിസ്കസ് ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കുക. സോ അത് പർട്ടിക്കുലർ അങ്ങനെ അത് രണ്ടും ഈക്വൽ ആയിട്ട് കൂടുന്നുള്ളതുകൊണ്ട് പർട്ടിക്കുലർ കണ്ടീഷൻ വരുമ്പോൾ ഇത് രണ്ടും ബാലൻസിങ് കണ്ടീഷനിലാകും, ബാലൻസ് ചെയ്യും. ആ ഒരു ബാലൻസിങ് കണ്ടീഷനിലുള്ള പർട്ടിക്കുലർ വെലോസിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടെർമിനൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ ഗ്രാഫും കൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഒബ്ജക്റ്റ് 0-ൽ നിന്ന് 0 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? ആക്സലറേഷൻ കൂടി വരും. ആ ഒരു കണ്ടീഷനിൽ FG is greater than FE plus FB ആണ്. എഗെയിൻ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റിൽ, അറ്റ് എ പർട്ടിക്കുലർ വെലോസിറ്റിയിൽ നമ്മുടെ ഒബ്ജക്റ്റ് എന്താകും? ഈക്വൽ ആകും. ആ ഒരു പർട്ടിക്കുലർ കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ടെർമിനൽ വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് FB പ്ലസ് FB ഈസ് ഈക്വൽ ടു FG എന്നാകും. സോ ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ ഡെറിവേഷൻ പാർട്ട് കാണാം.